കണ്ണൂരെ കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അതിനു മുൻപ് മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജോർജ് പൊടിപ്പാറ ചേർന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, എപ്പോൾ വേണമെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരാം. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരുക്കങ്ങൾ കാണുമ്പോൾ അതൊരു സെമി ഫൈനൽ ഒരുക്കങ്ങൾ തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് പിന്നാലെ വരുന്ന സാഹചര്യത്തിൽ ആവേശം കൂടുതലാണ്, മത്സരബുദ്ധി കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാമെന്നുള്ളത് കൊണ്ട് ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണല്ലോ. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഇത്തവണ LDF-ൽ നിന്ന് എങ്ങനെയും ഈ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, അതൊരു അഭിമാന പ്രശ്നമായി BJP കാണുന്നുണ്ട്. UDF ആകട്ടെ 10 സീറ്റ് എന്നതിനെ ഏത് തരത്തിൽ മെച്ചപ്പെടുത്താമെന്നുള്ള വളരെ സുസജ്ജമായ ഒരു ആലോചനയും തയ്യാറെടുപ്പും അവരുടെ ഭാഗത്തുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചവർ മുന്നിലും എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇതിനും അപ്പുറത്ത് നമ്മൾ സീറ്റ് നിലവിലെ സാഹചര്യങ്ങൾ, പ്രാദേശിക പ്രശ്നങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ ഒരു വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? താങ്കൾ ആമുഖമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതായത് ഇതൊരു എന്താ പറയാ, സെമിഫൈനൽ എന്നൊക്കെ പറയുന്ന പോലെ വേറെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണ്, ഒരു കട്ടൺ റേസർ. അതുപോലെ തന്നെ ഒരുപക്ഷെ ഫൈനലിനേക്കാൾ ആവേശം തുളുമ്പുന്ന സെമിഫൈനൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും താഴെ തട്ട് മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പൊ മാത്രമല്ല, ഏറ്റവും കൂടുതൽ പ്രവർത്തക പങ്കാളിത്തം, ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരരംഗത്ത് ഉണ്ടാവുന്ന തെരഞ്ഞെടുപ്പ്. ഏതെല്ലാം തലത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിന്റെ വോളിയം മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു നിയോജകമണ്ഡലത്തിൽ ഒരാൾ അല്ലെങ്കിൽ 4 പേരെന്നുള്ള ആ ഒരു കണക്ക് നോക്കുമ്പോൾ ഇത് 10,000-കണക്കിന് ആളുകൾ ഇൻവോൾവഡ് ആവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉള്ളൊരു പ്രശ്നം, അതായത് ഇതിന് വളരെ ആവേശം കൂടുതലാണ്. ഈ തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ ബാധിക്കുമെന്ന് മുന്നണികൾക്ക് എല്ലാം അറിയാം. അപ്പൊ സാധാരണ ഗതിയിൽ പറയുന്നത് ഒരു 45 സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ഇടതുമുന്നണിക്ക് ഒരു എഡ്ജ് ഉണ്ടാവാറുണ്ട് നിയമസഭാ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ തന്നെ കൂടുതൽ ജില്ലാ പഞ്ചായത്ത് വാർഡുകളും കോർപ്പറേഷൻ വാർഡുകളും ഒക്കെ അവർക്കാണ് കിട്ടാറ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 510 ഗ്രാമപഞ്ചായത്തുകൾ LDF ഭരിക്കുമ്പോൾ ഇത് ജയിച്ചപ്പോൾ 375 ഇടത്താണ് UDF-ന് ജയിക്കാൻ കഴിഞ്ഞത്. UDF-ന് ഒരു അല്പം മേൽക്കൈ ഉണ്ട് എന്ന് പറയാവുന്നത് നഗരസഭകളിൽ മാത്രമാണ്. നേരെ മറിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ 2 ഒഴിച്ച് ബാക്കി 12 LDF-ന്റെ കയ്യിലാണ്. കോർപ്പറേഷനുകളിൽ 6 എണ്ണത്തിൽ 1 ഒഴിച്ച് കണ്ണൂർ ഒഴിച്ച് ബാക്കി എല്ലാ LDF-ന്റെ കയ്യിലാണ്. അപ്പൊ എല്ലാ കാലത്തും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഒരു മേൽക്കൈ കിട്ടാറുണ്ട്. പക്ഷെ ഒരു 40-ന് മുകളിൽ, 45% മുകളിൽ 50-നോട് അടുത്തൊക്കെ ഏതാണ്ട് പാതി എങ്കിലും എത്താവുന്ന ഒരു പ്രകടനം UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായ ഒരു ഘടകമായി തീരുന്നാൽ മാത്രമല്ല, 2011 അത് തെളിഞ്ഞതാണ്. 2011 UDF-ന് ഏകദേശം ഒരു 45% മുകളിൽ സീറ്റുകൾ എടുക്കാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളൊക്കെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ഈ പറഞ്ഞ രീതിയിൽ UDF-ന് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പ്രകടനം ഉണ്ടാകും. സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായിട്ട് പറയുന്ന ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ജനകീയ പ്രതിഷേധങ്ങൾ, ശബരിമല കവർച്ച എന്ന് വേണ്ട ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു. ഇതെല്ലാം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ള ഒരു പരിധിവരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തിപരമായ മികവുകളൊക്കെ ഒരു ഘടകമാണ്. വ്യക്തി ഘടകങ്ങളും അവിടെ പ്രസക്തമാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ, അവിടുത്തെ വികാരങ്ങൾ, നിലവിലുള്ള മെമ്പർക്കെതിരെയുള്ള രോഷം, അസംതൃപ്തി, ഇതെല്ലാം പ്രതിഫലിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് ഒരു രാഷ്ട്രീയം തന്നെ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഈ പറഞ്ഞ പ്രാദേശിക വികാരങ്ങൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയം തന്നെയാണ് പ്രതിഫലിക്കുക. അപ്പോ രാഷ്ട്രീയത്തില് ഈ പറഞ്ഞ LDF-നെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടെ ഒരു 3ാം ഊഴത്തിന് വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ തലത്തിലായാലും ജില്ലാ പഞ്ചായത്ത് തലത്തിലായാലും ഏത് തലത്തിലായാലും അവർക്ക് ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചേ മതിയാവും. അത് ഉറപ്പായൊരു കാര്യമാണ്. അതുപോലെ തന്നെ UDF-ന് ഈ പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ ഭരണവിരുദ്ധ വികാരമുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ, മന്ത്രിമാർക്കെതിരെയുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ ബാക്കി ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും
അതൊക്കെ ജനങ്ങൾ എത്രത്തോളം കാണുന്നുണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ജനവികാരം എത്രത്തോളം അതിൽ പ്രതിഫലിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലാണ് കാണാൻ പോകുന്നത്. ഇപ്പൊ UDF ആത്മവിശ്വാസം പകരുന്ന ഒരു ഘടകം സമീപകാലത്ത് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം, അതിപ്പോ തൃക്കാക്കര മുതൽ ഒടുവിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF മികച്ച വിജയം നേടിയിട്ടുണ്ട്, സംശയമില്ല. പല സ്ഥലത്തും വേണമെങ്കിൽ LDF പറയാൻ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും സഹതാപതരംഗമായിരുന്നു. പക്ഷെ പാലക്കാട് അവരുടെ സിറ്റിംഗ് സീറ്റ് അല്ല, UDF സിറ്റിംഗ് സീറ്റ് ആയിരുന്നു, LDF സിറ്റിംഗ് സീറ്റ്. നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല, അവിടെ 11,000 വോട്ടിലധികം ജയിച്ചു. അതുപോലെ തന്നെ ചേലക്കരയിൽ 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് ആ ലീഡ് 12,000 കുറയ്ക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും LDF പറയുന്നത് ഞങ്ങളുടെ ബഹുജന അടിത്തറയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഒരു പ്രത്യേകതരം വികാരമാണ്. മറിച്ച് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ തവണ ശബരിമലയുടെ പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ഒതുങ്ങിയ ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് പിടിച്ച് ചരിത്രം സൃഷ്ടിച്ചില്ലേ എന്നാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ആത്മവിശ്വാസത്തിന് അവരുടേതായ ഘടകങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നടത്തിയ ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ വർധനകള്, സ്ത്രീകൾക്കുള്ള പ്രത്യേക 1000 രൂപ പ്രഖ്യാപനം, അതുപോലെ അംഗൻവാടി ടീച്ചേഴ്സിന്, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിന്, ഇങ്ങനെ സമൂഹത്തിന്റെ ദുർബല വിഭാഗങ്ങളെ മുഴുവൻ സഹായിക്കുന്ന അവർക്കെല്ലാം ചെറിയ തോതിലെങ്കിലും ആശ്വാസം പകരുന്ന ഘടകങ്ങൾ. റബ്ബറിന്റെ താങ്ങുവില കൂട്ടുന്നു, അതുപോലെ നെല്ലിന്റെ താങ്ങുവില കൂട്ടുന്നു. ഇങ്ങനെ എല്ലാവരിലേക്കും എത്തുന്ന ക്ഷേമത്തിന്റെ ഒരു കരസ്പർശം, ആ ഒരു സാന്ത്വന സ്പർശം എല്ലാവരിലേക്കും എത്തിക്കുന്നു എന്ന രീതിയിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ശ്രീ ജോർജ് പൊടിപ്പാറ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രത്യക്ഷമായി ഒരു കുടുംബത്തിലേക്ക് എത്തുന്ന സർക്കാർ സഹായങ്ങൾ അതെങ്ങനെ ഗുണം ചെയ്യുമെന്ന് നമ്മൾ കണ്ടതാണ്. അതിന്റെ വലിയ ആനുകൂല്യം രണ്ടാം പിണറായി സർക്കാരിന് കിട്ടുകയും ചെയ്തതാണല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിന്റെ ഒരു എഡ്ജ് അവിടെ നിൽക്കുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലാവുമ്പോൾ ഒരു മെമ്പർക്ക് നേരിട്ട് ചെന്ന് പറയാൻ പറ്റും, ഞാൻ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നേരിട്ട് ഇത് ബാധിക്കുന്ന ഒരു സ്ഥലമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പക്ഷേ ഇത്തവണ വളരെ തയ്യാറെടുപ്പ്, ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള തമ്മിൽ തല്ലിനും പോരിനും ഒക്കെ അപ്പുറത്തൊരു ഞങ്ങൾ സജ്ജരാണെന്നൊരു മെസ്സേജ് കൊടുക്കാൻ ആദ്യഘട്ടത്തിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ തിരുവനന്തപുരം എടുത്ത ഇവിടെ ജോസഫ് ഗ്രൂപ്പ് പിണങ്ങി നിൽക്കുന്നു, പ്രത്യക്ഷമായി മത്സര രംഗത്ത് ഇറങ്ങുന്നു. ചെറിയ വിഭാഗമാണ്, ഒരുപാട് വോട്ടോ അല്ലെങ്കിൽ ഒരുപാട് വാർഡൊന്നും പിടിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ മുന്നണിക്കകത്ത് ഒരു ഐക്യമില്ല എന്നൊരു പ്രതീതി ആ ആദ്യഘട്ടത്തിലെ മുന്നേറ്റത്തിനെ പിറകോട്ടടിപ്പിക്കുമോ? തീർച്ചയായിട്ടും. അതായത് തിരുവനന്തപുരത്തിലൂടെ കോൺഗ്രസ് ഒരു മെസ്സേജാണ് കൊടുത്തത്. അത് 48 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നു. ഒരു അവസരം എവിടെയില്ല, പാർട്ടിക്ക് മുറുമുറുപ്പില്ല, ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ഒരു എന്താ പറയാ, ഒരു മുന്നേറ്റം. അതായത് മറ്റാരേക്കാൾ കോൺഗ്രസിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസരം ഉണ്ടാകുന്നു, വിമതരുടെ സാന്നിധ്യം ഉണ്ടാകുന്നു, തമ്മിത്തല്ലുണ്ടാകുന്നു, കലാപം ഉണ്ടാകുന്നു. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അയാൾക്ക് ഫീൽഡിൽ ഇറങ്ങണമെങ്കിൽ ആദ്യം പോയിട്ട് ഇവരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ തീർക്കണമെന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ തുടക്കം നന്നായി തന്നെ വെൽ ബിഗൺ ഹാഫ് ഡൺ എന്നാണല്ലോ. അപ്പൊ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുന്നണിക്കകത്തിന് കശപിച്ച ജോസഫ് ഗ്രൂപ്പ് കുറെ സ്ഥലത്ത് ഈവൻ കേട്ടത് ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥി മത്സരിക്കുന്നിടത്ത് പോലും സ്ഥാനാർത്ഥിയെ നിർത്തും എന്നൊക്കെ പറയുന്നു. പക്ഷെ മോൻസ് ജോസഫ് പറയുന്നത് കേട്ടു അവിടെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാലും ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, തുടക്കം നന്നായി. അത് കൊല്ലത്തും അതുപോലെ എറണാകുളത്തും എല്ലാം നന്നായി പോകുന്നു. പക്ഷെ ആകെപ്പാടെ അവസരമുള്ളത് ജോസഫ് ഗ്രൂപ്പ് എല്ലാ കാലത്തും അവരുടെ യഥാർത്ഥ ശക്തിക്ക് അപ്പുറത്ത് അവകാശം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയാണ്. അവരിപ്പോ കോട്ടയത്തൊക്കെ പറയുന്ന ഒരു പരിധി വരെ മനസ്സിലാക്കുക, ഇടുക്കിയിലും കോട്ടയത്തും. തിരുവനന്തപുരത്തൊക്കെ അവർക്ക് എത്രമാത്രം സ്വാധീനമുണ്ട്, എത്ര വാർഡുകളിൽ 10 വോട്ട് പിടിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ അമിത അവകാശവാദം ഉയർത്തി കോൺഗ്രസ് നല്ലപോലെ ഗ്രഹപാഠം നടത്തി വളരെ ഒരു നല്ല തുടക്കത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇത്തരം കല്ലുകടി ഉണ്ടാക്കുന്നത് മുന്നണിക്ക് മൊത്തത്തിൽ മോശമായി തീരും. പക്ഷെ അതിനെയൊക്കെ പാർട്ടി അതിജീവിക്കും. കോൺഗ്രസ് തയ്യാറെടുപ്പ് തിരുവനന്തപുരത്തെ ചാർജ് കെ മുരളീധരനാണ്. അവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥ് വരുന്നു. അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ ഈ പറഞ്ഞ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ 1-2 വിജയ സാധ്യതയുള്ള സീറ്റുകൾ വിട്ടുവിടും. പൂന്തറ സീറ്റ് വേണമെന്നുള്ളതാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ആവശ്യം. അത് കോൺഗ്രസ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല. 50-ലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് കോൺഗ്രസിന് മുന്നിലുള്ള എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നത് അവിടെ ഇത്തവണ BJPയും LDFും ഒരുപോലെ തന്നെ ഭരണം തുടരാൻ LDFും ഭരണം പിടിച്ചെടുക്കാൻ BJPയും വളരെ ശക്തമായിട്ട് 101 സീറ്റോ 105 സീറ്റുകളിൽ വാർഡുകളാണല്ലോ ഉള്ളത്. ഒരു 30-ന് മുകളിലേക്ക് കോൺഗ്രസിന് അവിടെ എത്താൻ കഴിഞ്ഞ സാധ്യതയുണ്ട്.
ഈ 10 എന്നുള്ളത് 30-ലേക്ക് എത്താൻ കഴിഞ്ഞാൽ 3 വോട്ടർ ഏതാണ്ട് തുല്യ നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് മത്സരം കടുത്താൽ കോൺഗ്രസിനും ഉണ്ട് സാധ്യത അല്ലെ? സാധ്യതകൾ 10 ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ ഉണ്ടായൊരു തോന്നൽ എന്തായിരുന്നു വെച്ചാൽ മത്സരം LDF-ഉം BJP-യും തമ്മിൽ മാത്രമാണ്, കോൺഗ്രസ് ഒരു അപ്രസക്തമായ ഘടകമാണെന്നുള്ളൊരു തോന്നൽ ആദ്യം മുതലേ ഉണ്ടായി. അങ്ങനെ വന്നാൽ തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു മുന്നണി പാർട്ടി എന്ന് വന്നു കഴിഞ്ഞാൽ തോൽവി ഉറപ്പാണ്. നേരെ കുറച്ച് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്നതും നേരത്തെ തന്നെ തോൽവി ഉറപ്പിച്ച് മത്സരിക്കുന്നതായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ജയിക്കാനാണ് മത്സരിക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ കഴിഞ്ഞു എന്ന കാര്യത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇലക്ഷൻ പൊളിറ്റിക്സിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതാണ് ഞാൻ കാണുന്നത്. അതാണ് അവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ എറണാകുളത്തും ആ രീതിയിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എറണാകുളം പിടിക്കാൻ തന്നെയാണ് ഇത്തവണ UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന കോർപ്പറേഷൻ എറണാകുളമാണ്. കണ്ണൂരും എറണാകുളമാണ്. തൃശ്ശൂരും അവർക്ക് വലിയ സാധ്യത അവർ കൽപ്പിക്കുന്നുണ്ട്, പ്രത്യേക ചില സാഹചര്യങ്ങളുള്ളതുകൊണ്ട്. തിരുവനന്തപുരത്ത് അവരൊരു രണ്ടും കൽപ്പിച്ച ഡു ഓർ ഡൈ ബാറ്റലിന് തയ്യാറാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആവേശകരമായ മത്സര കാഴ്ചകൾക്ക് നമുക്ക് കാത്തിരിക്കാം അല്ലേ ശ്രീ പൊടിപാറ? ഉറപ്പായിട്ടും. തീർച്ചയായും. ഇത്തവണത്തെ മത്സരം വളരെ ടൈറ്റ് ആയിരിക്കും. എല്ലാവരും നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ഗ്രൗണ്ടിൽ കാണുക എന്നതാണ് നമ്മളും കാത്തിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം. അവിടെ കോൺഗ്രസ് വിമതൻ PK രാഗേഷിനെ LDF പിന്തുണച്ചേക്കും എന്നാണ് സൂചനകൾ.